ഒരു സർക്കാർ ജോലി കേരളത്തിലെ സാധാരണക്കാരുടെ വലിയ സ്വപ്നമാണ്. എന്നാൽ എന്താണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്? സിപിഎമ്മിന്റെ സന്തത സഹചാരികൾക്കും പാർട്ടിക്കാർക്കും ഒരു മാനദണ്ഡവും നോക്കാതെ സർക്കാർ ജോലി നൽകുകയാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരാണെങ്കിൽ ജോലിക്ക് വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുകയും ചെയ്യുന്നു. PSC റാങ്ക് പട്ടികയിൽ തിരിമറി നടത്തി പേര് കേട്ടവരാണ് CPM. ഒരാളുടെ കഠിനാധ്വാനത്തിനും സമയത്തിനും വില നൽകാതെ അവരെ തഴഞ്ഞ് ഏതെങ്കിലും പാർട്ടി അനുഭാവികളെ ഉന്നത സ്ഥാനത്തും മറ്റ് പദവികളിലും കൊണ്ടെത്തിക്കുന്ന CPM ജനങ്ങളെ തീർത്തും വഞ്ചിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറി നടക്കുന്നുവെന്ന ആക്ഷേപം വീണ്ടും ശക്തമാവുകയാണ്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള നിയമന നടപടികൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തതോടെയാണ് ഈ വിവാദം ഉണ്ടായത്. മുൻപ് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ നടന്നതിന് സമാനമായ ഹൈടെക് അട്ടിമറികളാണ് ഈ ലിസ്റ്റിലും നടന്നതായി സൂചനയുള്ളത്. PSC തലത്തിലല്ല, സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകിയതിലാണ് അപാകമുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ ബന്ധുവും ഒരു പ്രമുഖ DYFI നേതാവിന്റെ ഭാര്യയും റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ ഇടം പിടിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സമർപ്പിച്ച പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ട്രിബ്യൂണലിന്റെ ഇടപെടൽ. രാഷ്ട്രീയ ശുപാർശയിൽ PRDയുടെ വാർത്താശേഖരണ പദ്ധതിയായ പ്രിസത്തിൽ കയറിക്കൂടിയവരെ സ്ഥിരം നിയമനത്തിന് യോഗ്യരാക്കാൻ സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് ആരോപണം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ PSC ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ 4-5 വർഷം എടുക്കാറുണ്ട്. എന്നാൽ ഈ തസ്തികയിലേക്ക് 2023 ഡിസംബറിൽ അപേക്ഷ ക്ഷണിച്ചവരും 1 വർഷവും 2 മാസവും കൊണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. മുൻപത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ പുതിയ അപേക്ഷ ക്ഷണിച്ചത് രാഷ്ട്രീയ താൽപര്യമുള്ളവരെ തിരികെ കയറ്റാനാണെന്നാണ് ആക്ഷേപം. 2026 ഫെബ്രുവരി 25-നാണ് തിടുക്കപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് KC പറയുന്നുണ്ട്. പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കൾ സ്മാർട്ട് വാച്ചും മൊബൈലും ഉപയോഗിച്ച് ഉത്തരങ്ങൾ ചോർത്തിയ സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ്. ആ സംഭവത്തിനു ശേഷം PSC സുതാര്യത ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ നിയമനത്തിലെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. PRDയുടെ പ്രതിനിധികളെ പോലും പങ്കെടുപ്പിക്കാതെയാണ് PSC ഇന്റർവ്യൂ നടപടികൾ പൂർത്തിയാക്കിയതെന്നാണ് ആരോപണം. ഉദ്യോഗസ്ഥരെ പോലും ഉൾപ്പെടുത്താതെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടന്ന ഇത്തരം അട്ടിമറി നീക്കങ്ങൾ സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. ഈ അനധികൃത നിയമന നീക്കം ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യപ്പെട്ടത് സർക്കാരിന് വലിയ തിരിച്ചടിയായി കഴിഞ്ഞു. യോഗ്യരായ ആയിരക്കണക്കിന് യുവാക്കൾ തൊഴിലിനായി കാത്തിരിക്കുമ്പോഴാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നതെന്ന് KC പറയുന്നുണ്ട്. ഭരണകാലാവധി തീരുന്നതിന് മുൻപ് തന്നെ സ്വന്തക്കാരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള തിടുക്കമാണ് ഇതിനു പിന്നിലെന്നാണ് വിലയിരുത്തൽ. PSC പരീക്ഷയ്ക്ക് പിറകിൽ ചില കളികൾ നടത്തുകയാണ് CPM. അതും സർക്കാർ തലത്തിലാണ് ഇത്തരം അട്ടിമറികൾ നടക്കുന്നത്. പിൻവാതിൽ നിയമനത്തിൽ നിരാശരായ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ സർക്കാരിന് വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണ്.